നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് നവംബർ 27 ബുധനാഴ്ചയാണ്. ആദ്യം US മാർക്കറ്റുകളിൽ നിന്ന് ആരംഭിക്കാം. US-ലെ 3 മാർക്കറ്റുകളും ഇന്നലെ ഉയർന്നാണ് ക്ലോസ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ടെക്നോളജി സ്റ്റോക്കുകളാണ് ഇന്നലെ കുതിച്ചുയർന്നത്. ഇന്നലെ ഫെഡറൽ റിസർവിൽ നിന്നും നവംബർ 6-7 തീയതികളിൽ നടന്ന FOMC മീറ്റിംഗ് മിനിറ്റ്സ് പുറത്തു വന്നിരുന്നു. എന്നാൽ മിനിറ്റ്സിൽ ഇനി വരാനിരിക്കുന്ന റേറ്റ് കട്ടിനെ കുറിച്ച് കാര്യമായ മാർഗനിർദ്ദേശങ്ങളൊന്നും നൽകിയിട്ടില്ല. എന്നിരുന്നാലും ഡിസംബറിൽ ഒരു റേറ്റ് കട്ട് ഉണ്ടാകും എന്ന സൂചനകൾ തന്നെയാണ് CME ഫെഡ് വാച്ച് ടൂളും കാണിച്ചു തരുന്നത്. ഇന്നലത്തെ മറ്റ് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ചൈന, മെക്സിക്കോ, കാനഡ എന്നിവിടങ്ങളിലെ താരിഫ് വർധനവുമായുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നീക്കങ്ങളിൽ യൂറോപ്യൻ മാർക്കറ്റുകൾ ഇന്നലെ ഇടിയുകയുണ്ടായി. ഈ കാരണം കൊണ്ട് തന്നെ US-ലും യൂറോപ്പിലും ഒരുപോലെ ഇടിഞ്ഞ ഒരു സെക്ടർ ഓട്ടോ സെക്ടർ ആയിരുന്നു. ഇന്ത്യയിലെ ഓട്ടോ സെക്ടറേയും ഇത് നെഗറ്റീവായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ഇനി ന്യൂസിലാൻഡ് തുടർച്ചയായ 3ാമത്തെ തവണയും അവരുടെ പലിശ നിരക്ക് 50 ബേസിസ് പോയിന്റ്സ് കുറച്ചിരിക്കുന്നു. ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നാൽ ഒരു പോസിറ്റീവ് ഓപ്പണിംഗിന് സാധ്യതയുള്ള ഒരു ദിവസമാണിന്ന്. പക്ഷേ പ്രധാനപ്പെട്ട കമ്പനികളായ അദാനി ഗ്രൂപ്പ് സ്റ്റോക്കുകളെ കുറിച്ച് ഇപ്പോഴും നെഗറ്റീവായിട്ടുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഗ്ലോബൽ റേറ്റിംഗ് ഏജൻസികളായ ഫിച്ചും മൂഡീസും അദാനി ഗ്രൂപ്പിനെ നെഗറ്റീവിലേക്ക് ഡൗൺഗ്രേഡ് ചെയ്തിരിക്കുന്നു. ഏതായാലും ഒത്തിരിയേറെ പ്രധാനപ്പെട്ട വാർത്തകളുള്ള ഒരു ദിവസം തന്നെയാണ്. വീഡിയോ അവസാനം വരെയും കാണാൻ ശ്രമിക്കുക. ഇനി നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് 200 ലൈക്കുകൾ തന്നെയാണ്. എല്ലാവരും ലൈക്ക് ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമ്മുടെ എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ നമ്മളിവിടെ ഒരു വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളിലേക്കാണ്. ഇന്നലെ വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വിഷയമായിരുന്നു US ഇനി ഏർപ്പെടുത്താൻ പോകുന്ന താരിഫുകളെ കുറിച്ച്. ഈ താരിഫ് ധാരാളം സെക്ടറുകളെ ഇമ്പാക്ട് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. കനേഡിയൻ, മെക്സിക്കൻ ഇറക്കുമതികൾക്ക് 25% താരിഫാണ് ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത്. കൂടാതെ ചില ഡ്രഗ്സുകൾക്കും കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ചൈനീസ് ഇറക്കുമതികൾക്ക് 10% അധിക ചുങ്കവുമാണ് ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത്. ചൈനയുടെ വ്യാപാര പദ്ധതി അവസാനിപ്പിക്കാൻ ട്രംപ് പദ്ധതിയിടുന്നു. ചൈനീസ് ഇറക്കുമതിയുടെ തീരുവ ഇതോടെ 60% കവിഞ്ഞേക്കാം. US-ന്റെ ഈ നയങ്ങൾ ഏഷ്യൻ മാർക്കറ്റിൽ ഉണ്ടാക്കുന്ന ആഘാതങ്ങൾ ഏതൊക്കെ സെക്ടറുകളെ ആയിരിക്കും എന്ന് നോക്കേണ്ടതുണ്ട്. ഏഷ്യൻ ഓട്ടോ, ഇലക്ട്രോണിക്സ് നിർമ്മാതാക്കളെ ഈ ഒരു പുതിയ താരിഫ് നയങ്ങൾ ബാധിച്ചേക്കാം. കൂടാതെ ഈ പുതിയ താരിഫുകൾ US, മെക്സിക്കോ, കാനഡ ഉടമ്പടി ലംഘിച്ചേക്കാം. ഏതായാലും നമുക്ക് നോക്കേണ്ടത് ട്രംപിന്റെ ഈ പുതിയ താരിഫ് പ്ലാനുകൾ ഇന്ത്യയിൽ ഏതൊക്കെ സെക്ടറുകളെയാവും എഫക്ട് ചെയ്യാൻ സാധ്യതയുള്ളത് എന്നാണ്. ആദ്യം ഓട്ടോമൊബൈൽ സെക്ടർ തന്നെയാണ്. കമ്പനികളുടെ വിതരണ ശൃംഖലകൾ തടസ്സപ്പെടാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ഇത് ടാറ്റ മോട്ടോഴ്സ്, മാരുതി സുസുക്കി തുടങ്ങിയ ഓട്ടോമൊബൈൽ സെക്ടറിലുള്ള കമ്പനികൾക്ക് നെഗറ്റീവ് ആവാൻ സാധ്യതയുള്ളതാണ്. കൂടാതെ IT, ഫാർമ, കൺസ്യൂമർ ഗുഡ്സ് ആൻഡ് ഇലക്ട്രോണിക് സെഗ്മെന്റുകളെയും ബാധിക്കാൻ സാധ്യതയുണ്ട്. അടുത്തതായി അദാനി ഗ്രൂപ്പ് സ്റ്റോക്കുകളെ കുറിച്ച് തുടർച്ചയായിട്ട് നെഗറ്റീവായിട്ടുള്ള വാർത്തകൾ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പുതിയ ഒരു നെഗറ്റീവായിട്ടുള്ള വാർത്തയുള്ളത് ഗ്ലോബൽ റേറ്റിംഗ് ഏജൻസികളായ ഫിച്ചും മൂഡീസും അദാനി ഗ്രൂപ്പ് ഓഹരികളെ നെഗറ്റീവിലേക്ക് ഡൗൺഗ്രേഡ് ചെയ്തിരിക്കുന്നു. ചെയർമാൻ ഗൗതം അദാനിക്കും എക്സിക്യൂട്ടീവുകൾക്കുമെതിരെയുള്ള കൈക്കൂലി ആരോപണത്തെ തുടർന്ന് ഗ്ലോബൽ റേറ്റിംഗ് ഏജൻസികളായ ഫിച്ചും മൂഡീസും നിരവധി അദാനി ഗ്രൂപ്പ് കമ്പനികളുടെ കാഴ്ചപ്പാട് നെഗറ്റീവിലേക്ക് ഡൗൺഗ്രേഡ് ചെയ്തു. അദാനി ബോർഡ്സിന്റെ ഡോളർ ബോണ്ടുകൾ ഊഹക്കച്ചവടം അഥവാ ജങ്ക് ഗ്രേഡിലേക്ക് തരം താഴ്ത്തുന്നതിനും ഫിച്ച് പരിഗണിക്കുന്നു. ഏതായാലും അദാനി സ്റ്റോക്കുകൾ ഇപ്പോഴും പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റോക്ക് ന്യൂസുകളിലേക്കാണ്. ആദ്യം ഇന്നലെ പുറത്തു വന്ന Q2 റിസൾട്ട് സൈമൺസിൻ്റെതായിരുന്നു. നെറ്റ് പ്രോഫിറ്റിൽ 45.5% വർധനവാണ് ഇയർ ഓൺ ഇയറിൽ ഉണ്ടായിരിക്കുന്നത്. 830.7 കോടി രൂപയിലാണ് നെറ്റ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 11.3% വർധനവും എബിറ്റയിൽ 34% വർധനവുമാണ് രേഖപ്പെടുത്തിയത്. വളരെ നല്ലൊരു റിസൾട്ട് തന്നെയാണ് സൈമൺസിൽ നിന്നും ഉണ്ടായത്. ഇത്തരത്തിൽ നല്ല റിസൾട്ട് വന്ന കമ്പനികൾ നല്ല റാലി ആയിരിക്കും ഒരുപക്ഷെ മാർക്കറ്റിൽ ഉണ്ടാക്കുക. അത്തരത്തിൽ നല്ല റാലി ഉണ്ടാവുമ്പോൾ അത് ചേസ് ചെയ്യാതിരിക്കുക. നല്ല സ്റ്റോക്കുകൾ ആ സ്റ്റോക്കുകളുടെ ഡിപ്പിൽ നിന്നും വാങ്ങാൻ ശ്രമിക്കുക. ഇതുപോലെ ധാരാളം നല്ല സ്റ്റോക്കുകളുടെ എഡ്യൂക്കേഷണൽ വ്യൂസ് നമ്മൾ നമ്മുടെ ഗ്രൂപ്പിൽ നൽകാറുണ്ട്. അപ്പോൾ സ്റ്റുഡൻസിന് ആർക്കെങ്കിലും നമ്മുടെ എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ നമ്മളിവിടെ ഒരു വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ഞങ്ങളുടെ എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അടുത്തത് വിപ്രോയാണ്. ടെക്നോളജി സേവനങ്ങളും കൺസൾട്ടിംഗ് കമ്പനിയും ഓട്ടോമാറ്റീവ് സൊല്യൂഷനുകളിൽ ആഗോള തലവനായ മാരലിയുമായി 4 വർഷത്തേക്ക് കൂടി അവരുടെ കരാറുകൾ തുടരും. മറ്റൊരു കമ്പനി എക്സൈഡ് ഇൻഡസ്ട്രീസ് ആണ്. ബാറ്ററി നിർമ്മാണ കമ്പനിയായ എക്സൈഡ് എനർജി സൊല്യൂഷൻസിൽ റൈറ്റ് ബേസിസിൽ 100 കോടി രൂപ കമ്പനി നിക്ഷേപിക്കുന്നു. അടുത്തത് സാഗിൾ പ്രീപെയ്ഡ് എന്ന കമ്പനിയാണ്. മാസ്റ്റർ കാർഡുമായി കമ്പനി പുതിയൊരു കരാറിൽ ഒപ്പിട്ട് കഴിഞ്ഞു. അടുത്തത് അൾട്രാടെക് സിമെന്റ് ആണ്. നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ മുംബൈ ബെഞ്ച് കേശോറാം ഇൻഡസ്ട്രീസിന്റെയും
അൾട്രാടെക് സിമെന്റും തമ്മിലുള്ള സംയോജിത പദ്ധതിക്ക് അനുമതി നൽകി. മറ്റൊരു കമ്പനി അദാനി എന്റർപ്രൈസസ് ആണ്. അദാനി എയർപോർട്ട് ഹോൾഡിംഗ്സിന്റെ സംയുക്ത സംരംഭമായ ഏപ്രിൽ മൂൺ റീറ്റെയിൽ കൊക്കോകാർഡ് വെഞ്ചേഴ്സിന്റെ 74% ഓഹരികൾ ഏറ്റെടുക്കൽ പൂർത്തിയാക്കി. അടുത്തത് പതഞ്ജലി ഫുഡ്സ് ആണ്. LIC അവരുടെ പതഞ്ജലി ഫുഡ്സിലെ ഷെയർ ഹോൾഡിംഗ് 4.986% നിന്ന് 5.020% ഉയർത്തിയിരിക്കുന്നു. മറ്റൊരു കമ്പനി അഗർവാൾ ഇൻഡസ്ട്രിയൽ കോർപ്പറേഷൻ ആണ്. BPCL, IOC തുടങ്ങിയ കമ്പനികളിൽ നിന്ന് 76.5 കോടി രൂപയുടെ പുതിയൊരു ഓർഡർ കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നു. ഇന്ന് NSEയിലും BSEയിലും ലിസ്റ്റ് ചെയ്യുന്ന ഒരു കമ്പനി NTPC ഗ്രീൻ എനർജിയാണ്. മറ്റൊരു കാര്യമുള്ളത്, ഓപ്ഷൻസിനെ കുറിച്ച് കൂടുതലായി പഠിക്കാതെ ആരും ഒരുപാട് പണം ഓപ്ഷൻസിൽ നിക്ഷേപിക്കാതിരിക്കുക. അതുകൊണ്ട് തന്നെ ഓപ്ഷൻസിനെ കുറിച്ച് കൂടുതലായി പഠിക്കാൻ, അതും വളരെ തുച്ഛമായ ചിലവിൽ പഠിക്കാൻ നമ്മളൊരു അവസരം നൽകിയിട്ടുണ്ട്. ഓപ്ഷൻസ് എന്താണെന്നും ഓപ്ഷൻസിൽ എങ്ങനെയാണ് ട്രേഡ് ചെയ്യേണ്ടതെന്നും എല്ലാവരും അറിയേണ്ടതുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും അത്തരത്തിലുള്ള വീഡിയോസ് ആവശ്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ ഇവിടെ കൊടുത്ത് ഇതേ വാട്സപ്പ് നമ്പറിൽ തന്നെ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ച് വീഡിയോസ് ആവശ്യപ്പെടാവുന്നതാണ്. ഇന്നലെ മാർക്കറ്റിൽ സംഭവിച്ച പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്ക്. നിഫ്റ്റി 27 പോയിന്റ്സും സെൻസെക്സ് 105 പോയിന്റ്സും ഇടിഞ്ഞു. കഴിഞ്ഞ 2 സെഷനുകളിൽ നിഫ്റ്റി ഏകദേശം 3.7% ഉയർന്നത്. അത്രയും വലിയ ഒരു ഉയർച്ചയുടെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആയിരുന്നു ഇന്നലെ കാണാൻ കഴിഞ്ഞത്. കൺസ്യൂമർ ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളായ ബ്രിട്ടാനിയ, ഏഷ്യൻ പെയിന്റ്സ്, ബർജർ പെയിന്റ്സ് എന്നിവ 2% അടുത്ത് ഉയർന്നു. അദാനി സ്റ്റോക്കുകൾ ഇന്നലെ ഇടിഞ്ഞതാണ് കണ്ടത്. അദാനി പോർട്സ്, അദാനി എന്റർപ്രൈസസ് എന്നിവ 3% ഇടിഞ്ഞു. ഫിച്ച് ഡൗൺഗ്രേഡ് ചെയ്തതോടെയാണ് സ്റ്റോക്കുകൾ ഇടിഞ്ഞത്. അദാനി ഗ്രീൻ എനർജിയുമായി ബന്ധപ്പെട്ട ഒരു നെഗറ്റീവായിട്ടുള്ള വാർത്ത ഇന്നലത്തെ പ്രീ മാർക്കറ്റിൽ നമ്മൾ പറഞ്ഞതാണ്. സ്റ്റോക്ക് ഇന്ന് 7% മുകളിലാണ് ഇടിഞ്ഞത്. നിഫ്റ്റിയിലേക്ക് 24,194 27 പോയിന്റ്സ് ഇടിഞ്ഞാണ് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. 24,020 മുതൽ 24,190 വരെയുള്ളത് പ്രധാനപ്പെട്ട നിഫ്റ്റിയുടെ ഒരു സപ്പോർട്ട് സോൺ തന്നെയാണ്. ഇപ്പോൾ ഈ ഒരു സോണിന് മുകളിലായിട്ടാണ് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത്. നിഫ്റ്റിക്ക് ഇപ്പോൾ പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ആയി ഫേസ് ചെയ്യേണ്ടി വരുന്നത് 10-20 വീക്ക് EMAകളുള്ള ആ ഒരു സോണാണ്. ഇനിയിപ്പോൾ അപ്സൈഡിലെ ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിഫ്റ്റി ഒരുപക്ഷെ 24,550 വരെയൊക്കെ, അതായത് നവംബർ മാസത്തെ ഹൈ ലെവലിലേക്കൊക്കെ എത്താനുള്ള സാധ്യതകൾ കൂടുതലാണ്. പക്ഷേ അതിൽ പ്രധാനപ്പെട്ടത് നിഫ്റ്റിക്ക് 24,350 എന്ന ലെവൽ, ആ ഒരു സോൺ നിഫ്റ്റിക്ക് ക്രോസ് ചെയ്ത് ക്ലോസ് ചെയ്യാൻ സാധിക്കണം. ഇന്നലത്തെ നിഫ്റ്റിയുടെ ഓപ്പൺ ചെയ്ത ലെവലും ഹൈ ലെവലും 24,343 ആണ്. അതായത് 24,350 ആ ഒരു സോണിൽ വളരെ പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ആണ് നിഫ്റ്റിക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നത് എന്ന് നമുക്ക് ഇതുവഴി കാണാം. ഇനി ഡൗൺ സൈഡിൽ 21 ഡേ EMA ഉള്ള 24,070 വളരെ പ്രധാനപ്പെട്ട ഡൗൺ സൈഡിലെ ഒരു സപ്പോർട്ട് ആവാൻ സാധ്യതയുണ്ട്. ഇതുകൂടാതെ സൈക്കോളജിക്കൽ ലെവലായ 24,000 ഡൗൺ സൈഡിൽ വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. അടുത്തതായി ഡെയിലി ക്യാൻഡിലാണ്. ചെറിയ ലോവർ വിക്കോട് കൂടിയ ഒരു ബിയറിഷ് ക്യാൻഡിലാണ് ഡെയിലി ചാർട്ടിൽ ഫോം ആയിരിക്കുന്നത്. അതായത് ഒരു ബിയറിഷ് ബെൽറ്റ് ഹോൾഡ് കാൻഡിൽ സ്റ്റിക് പാറ്റേണിന് സമാനമായ ചെറിയ സമാനത മാത്രമേ ഉള്ളൂ. അത്തരത്തിലൊരു ക്യാൻഡിലാണ് ഇപ്പോൾ ഫോം ആയിരിക്കുന്നത്. അടുത്തതായി മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ്. ആദ്യം കോൾ സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 24,500 ആണ്. അതിനുശേഷം 24,300 സ്ട്രൈക്കും അതിനുശേഷം 24,400 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 24,000 ആണ്. അതിനുശേഷം 24,300 സ്ട്രൈക്കും അതിനുശേഷം 24,200 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 24,300ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 24,200ഉമാണ്. ഇനി മാർക്കറ്റിന്റെ ഒരു സെന്റിമെന്റ് അനുദിനം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ മാർക്കറ്റ് ബുൾസിനെയാണോ ബിയേഴ്സിനെയാണോ കൂടുതലായി സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കണം. അതിനായി ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പരിശോധിക്കാം. ആദ്യം ATM സ്ട്രൈക്കായ 24,200 സ്ട്രൈക്കിൽ 12% വർധനവ് മാത്രമാണ് നമുക്ക് പുട്ട് സൈഡിൽ കാണാൻ കഴിയുന്നത്. വളരെ ചെറിയ ഒരു ലോങ് ബിൽഡപ്പാണത്. എന്നാൽ കോൾ സൈഡിൽ 25% വർധനവ് കാണാം. ഒരു ഷോർട്ട് ബിൽഡപ്പാണ്. എന്നാൽ പുട്ട് സൈഡുമായി കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി സ്ട്രോങ് ആണത്. ഇനി 24,150 സ്ട്രൈക്കിൽ 43% വർധനവാണ് പുട്ട് സൈഡിൽ കാണുന്നത്. ലോങ് ബിൽഡപ്പാണ്. എന്നാൽ ചെറിയ ഒരു മുൻതൂക്കം കോൾ സൈഡിനാണ് കാണുന്നത്. 54% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പ് അവിടെ കാണാം. അടുത്ത 24,250 സ്ട്രൈക്കിൽ 15% വർധനവ് പുട്ട് സൈഡിൽ, ഒരു ലോങ് ബിൽഡപ്പ്. എന്നാൽ 54% വർധനവാണ് കോൾ സൈഡിൽ കാണുന്നത്. കുറച്ചുകൂടി ശക്തമായ ഒരു ഷോർട്ട് ബിൽഡപ്പാണ് കോൾ സൈഡിൽ കാണുന്നത്. ഈ 3 സ്ട്രൈക്കുകളും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ താഴേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള കോൾ സെല്ലേഴ്സിനാണ് കുറച്ചൊരു ശക്തി കൂടുതലുള്ളത് എന്ന് കാണാം. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 52,191 16 പോയിന്റ്സ് ഇടിഞ്ഞാണ് ബാങ്ക് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് 52,500 മുതൽ 52,600 വരെയുള്ളത്
ഒരു റെസിസ്റ്റൻസ് ഏരിയ തന്നെയാണ്. അത് ബ്രേക്ക് ചെയ്യാൻ ബാങ്ക് നിഫ്റ്റിക്ക് സാധിച്ചിട്ടില്ല. അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 52,850 വരെയൊക്കെ എത്താനുള്ള സാധ്യതകൾ കൂടുതലാണ്. നിഫ്റ്റിയുമായി കമ്പയർ ചെയ്യുമ്പോൾ പൊതുവിൽ സ്ട്രെങ്ത് കൂടുതൽ ബാങ്ക് നിഫ്റ്റിക്ക് തന്നെയാണ്. എല്ലാ കീ മൂവിംഗ് ആവറേജുകൾക്ക് മുകളിലായിട്ടാണ് ബാങ്ക് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നതും. കൂടാതെ 52,000 മുകളിലായിട്ട് തന്നെയാണ് ഇന്നലെയും ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതും ഒരു പോസിറ്റീവ് ആയിട്ട് തന്നെ നമുക്ക് കണക്കാക്കാം. അടുത്തതായി മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ്. കോൾ സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 53,000 ആണ്. അതിനുശേഷം 52,500 സ്ട്രൈക്കിലും അതിനുശേഷം 52,200 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 52,000 ആണ്. അതിനുശേഷം 51,500 സ്ട്രൈക്കിലും അതിനുശേഷം 52,200 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 52,500ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 52,000ഉമാണ്. ഇന്ത്യ വിക്സിലേക്ക് 15.30 എന്ന നിലയിൽ ചെറിയൊരു പോസിറ്റിവിറ്റിയിൽ മാത്രമാണ്, ഒരു മ്യൂട്ടഡ് അവസ്ഥയിലാണ് ഇന്നലെ ഇന്ത്യ വിക്സ് ക്ലോസ് ചെയ്യുന്നത്. ഗ്ലോബൽ മാർക്കറ്റ് സെഗ്മെന്റിൽ ആദ്യം FIDA ആക്ടിവിറ്റിയാണ്. FIs തുടർച്ചയായ രണ്ടാമത്തെ ദിവസവും ബൈയിങ്ങിലായിരുന്നു. 1,157 കോടി രൂപയ്ക്കാണ് ഇന്നലെയും അവർ ബൈ ചെയ്തത്. DIs ആവട്ടെ 1,910 കോടി രൂപയ്ക്ക് സെല്ല് ചെയ്തു. FIs തിരികെ ബൈയിങ് മോഡിലേക്ക് വരുന്നു എന്നത് വളരെ പോസിറ്റീവായി തന്നെ കാണേണ്ട കാര്യമാണ്. US മാർക്കറ്റിലേക്കാണ്. S&P 500ന്റെയും നാസ്ഡാക്കിന്റെയും നേതൃത്വത്തിൽ വാൾസ്ട്രീറ്റ് ഓഹരികൾ ചൊവ്വാഴ്ചയും ഉയർന്ന നിലയിലാണ് ക്ലോസ് ചെയ്യുന്നത്. ഇന്നലെ US-ൽ FOMC മീറ്റിംഗ് മിനിറ്റ്സ് പുറത്തു വന്നിരുന്നു. ഇനി ഈ മിനിറ്റ്സിൽ നവംബർ 6-7 തീയതികളിൽ നടന്ന ഫെഡറൽ റിസർവ് മീറ്റിംഗ് മിനിറ്റ്സിൽ ഭാവിയിലെ നയമാറ്റങ്ങളെക്കുറിച്ച് വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുന്നില്ല. പ്രമുഖ എക്കണോമിസ്റ്റായ പോൾ ആഷ്വർത്തിന്റെ അഭിപ്രായത്തിൽ ഇനിയും ഡിസംബറിൽ ഒരു 25 ബേസിസ് പോയിന്റ്സ് റേറ്റ് കട്ടിനുള്ള സാധ്യതകളുണ്ട്. അത് ചില ഡാറ്റകളുടെ അടിസ്ഥാനത്തിലായിരിക്കും, പ്രത്യേകിച്ച് നവംബറിലെ തൊഴിൽ പണപ്പെരുപ്പ ഡാറ്റകളുടെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും അത്തരം കാര്യങ്ങളിലേക്ക് ഒരു 25 ബേസിസ് പോയിന്റ്സ് റേറ്റ് കട്ട് ഉണ്ടാവുക എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇന്നലത്തെ പ്രീ മാർക്കറ്റിൽ നമ്മൾ പറഞ്ഞ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു ഡൊണാൾഡ് ട്രംപ് ചർച്ച ചെയ്ത സ്വതന്ത്ര വ്യാപാര കരാർ ലംഘിച്ചാൽ കനേഡിയൻ മെക്സിക്കൻ ഇറക്കുമതികൾക്ക് 25% തീരുവ ചുമത്തുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. ചൈനയുടെ ഇറക്കുമതികൾക്ക് 10% അധിക ചുങ്കവും അദ്ദേഹം നിർദ്ദേശിച്ചു. എന്നാൽ ഈ ഒരു മാറ്റം ചൈനീസ് വിപണിയിൽ കാര്യമായ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കിയില്ല. ഇന്നലെ ഒരു മ്യൂട്ടഡ് അവസ്ഥയിലാണ് ചൈനീസ് മാർക്കറ്റുകൾ ക്ലോസ് ചെയ്യുന്നത്. എന്നാൽ ചില സ്റ്റോക്കുകളിൽ ഇത് കാര്യമായ ഇമ്പാക്റ്റ് ഉണ്ടാക്കി. ജനറൽ മോട്ടോഴ്സ് ഇന്നലെ 9% ഇടിഞ്ഞത്. ഇന്നലെ കൂടുതൽ നേട്ടമുണ്ടാക്കിയത് ഇൻഫർമേഷൻ ടെക്നോളജി സെക്ടർ ആയിരുന്നു. മൈക്രോസോഫ്റ്റ്, ആപ്പിൾ എന്നിവ 2% ഇടിഞ്ഞു. US-ൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനത്തിലേക്കാണ്. ആദ്യം ഇൻഫോസിസ് 1.48% ഉയർന്നാണ് ക്ലോസ് ചെയ്യുന്നത്. വിപ്രോ 0.42% ഉയർന്നു. ബാങ്കിങ് സൈഡിൽ HDFC ബാങ്ക് 0.38% ഇടിവാണ് ഉണ്ടാക്കിയത്. ICICI ബാങ്ക് 0.58% ഇടിഞ്ഞു. ഡോക്ടർ റെഡ്ഡി 1.28% ഇടിഞ്ഞപ്പോൾ റിലയൻസ് ഇൻഡസ്ട്രീസ് 1% മുകളിൽ നേട്ടത്തിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തത്. ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ച US മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് ഡൗ ജോൺസ് 0.01% ഇടിവിലും S&P 500 0.03% ഇടിവിലുമാണ് ട്രേഡ് ചെയ്യുന്നത്. യൂറോപ്യൻ മാർക്കറ്റുകളിലേക്ക് ചൈന, മെക്സിക്കോ, കാനഡ എന്നിവിടങ്ങളിൽ താരിഫ് വർദ്ധിപ്പിക്കാനുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നീക്കങ്ങൾ ഇന്നലെ യൂറോപ്യൻ മാർക്കറ്റുകൾ ഇടിയാൻ കാരണമായി. UK മാർക്കറ്റ് FTSE 0.40% ഇടിഞ്ഞത്. ഫ്രാൻസ് മാർക്കറ്റ് CAC 0.88% ഇടിഞ്ഞു. ജർമ്മൻ മാർക്കറ്റ് ഡാക്സ് 0.57% ഇടിഞ്ഞത്. പാൻ യൂറോപ്യൻ സ്റ്റോക്ക് 600 0.5% ഇടിഞ്ഞു. ഇന്നലെ യൂറോപ്പിൽ കൂടുതൽ ഇടിവുണ്ടാക്കിയത് ഓട്ടോ സ്റ്റോക്കുകൾ തന്നെയായിരുന്നു. 1.7% ഇടിഞ്ഞു. മീഡിയ, ഹൗസ് ഹോൾഡ് സ്റ്റോക്കുകൾ ഇന്നലെ നേട്ടത്തിലാണ് ക്ലോസ് ചെയ്യുന്നത്. ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ച യൂറോപ്യൻ മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് ഡാക്സ് 0.04% ഇടിവിൽ, CAC 0.02% നേട്ടത്തിൽ, FTSE 0.06% ഇടിവിലും ട്രേഡ് ചെയ്യുന്നു. ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക് ഇപ്പോൾ ഒരു മിക്സഡ് ആയിട്ടാണ് ഏഷ്യൻ മാർക്കറ്റുകൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ 7 മണി കഴിഞ്ഞ് 10 മിനിറ്റാണ് സമയം. ഇപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി ഉള്ളത് 24,258.50 എന്ന നിലയിലാണ്. 39.50 പോയിന്റ്സ് അപ്സൈഡിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അതായത് ഇന്ന് നമുക്ക് നിഫ്റ്റിയിൽ ഓപ്പണിങ്ങിന് സാധ്യതയുള്ളത് 40 മുതൽ 45 പോയിന്റ്സ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിനാണ് സാധ്യതയുള്ളത്. മറ്റ് ഏഷ്യൻ മാർക്കറ്റുകളിൽ ജപ്പാൻ മാർക്കറ്റ് നിക്കി 0.76% ഇടിവിലാണ്. ഹോങ്കോങ് മാർക്കറ്റ് 0.26% നേട്ടത്തിലും ട്രേഡ് ചെയ്യുന്നു. ഓയിൽ പ്രൈസുകളിലേക്ക് ലെബനനുമായുള്ള വെടിനിർത്തൽ കരാറിന് ഇസ്രയേൽ സമ്മതിച്ചതിനെ തുടർന്ന് ഇന്നലെ ഓയിൽ പ്രൈസുകൾ ഇടിയുകയുണ്ടായി. ഇന്നലെ നേട്ടത്തിലായിരുന്ന ഓയിൽ പ്രൈസുകൾ അവസാന മണിക്കൂറുകളിലാണ് ഇടിഞ്ഞത്. ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് $72.88 പെർ ബാരൽ എന്ന നിലയിലാണ്. 0.09% നേട്ടത്തിൽ ട്രേഡ് ചെയ്യുന്നു. WTI ഉള്ളത് $68.80 പെർ ബാരൽ എന്ന നിലയിൽ 0.04% നേട്ടത്തിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളാണ് ഇവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. മറ്റു കാര്യങ്ങളെല്ലാം നമ്മുടെ വ്യൂസ് ആണ്, ഒരിക്കലും അത് റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇവിടെ ഷെയർ ചെയ്യുന്നത്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.